സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. എൻ്റെ പേര് നീനു. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 5-ാം മാസത്തിലാണ്, 2023 8-ാം തീയതി. ഞാൻ ഉടമ്പടിയിൽ എടുത്തപ്പോഴത്തേക്ക് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനത് നിയോഗമായി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം 8 വർഷത്തോളമായിട്ടുണ്ട്. അന്ന് തൊട്ട് എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഡെയിലി വേജസ് ആയിട്ടായിരുന്നു ഇതിനു മുമ്പൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇതിനു മുമ്പ് കുറേ എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും ഞാൻ വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി നിയോഗം എഴുതിയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മേ, ഞാൻ ഇതുവരെ ഒരു ലിസ്റ്റിലും വന്നിട്ടില്ല. ഇപ്പം തന്നെ ഞാൻ എഴുതിയ 4 ലിസ്റ്റിൽ റിസൾട്ട് വന്നതിലും അതിലൊന്നുമില്ല. ഇനി ഒരു റിസൾട്ടും കൂടി എനിക്ക് വരാനുള്ളൂ. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ നേഴ്സായിട്ട് എഴുതിയ ആ വേക്കൻസിയിൽ ഞാൻ എഴുതി വെച്ച് എനിക്കൊന്നും റാങ്ക് ലിസ്റ്റിൽ എന്തായാലും ഞാൻ വരില്ല. ഇത് അമ്മ തരണമേന്ന് വന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് PSCയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരികയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ഓരോ വട്ടവും ഉടമ്പടി വന്ന് പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂവിനും ഒക്കെ ആയി വിളിച്ചു. എല്ലാം എനിക്ക് വളരെ ഭംഗിയായി തന്നെ മാതാവ് നടത്തി തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഈ വർഷം ഒക്ടോബർ 4-ാം തീയതി എനിക്ക് അഡ്വൈസ് വരികയും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരികയും ചെയ്തു. ഞാൻ ഒക്ടോബർ 21 മാതാവിൻ്റെ ജപമാല മാസം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ നേഴ്സായിട്ട് ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. എനിക്കെപ്പോഴും പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി വേജസായിട്ട് എനിക്ക് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും വേദനയോടുകൂടി അസുഖങ്ങളായിരുന്നു എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. വയറുവേദന, തലവേദന, ന്യൂമോണിയ, ഇങ്ങനെയൊക്കെ വന്ന് എപ്പോഴും എനിക്ക് അഡ്മിറ്റ് ആകേണ്ട അവസ്ഥ വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലി വേണമെന്നുള്ളത് ഒരു അത്യാവശ്യമായിരുന്നു. അത് ഞാൻ മാതാവിന് മുമ്പിൽ അങ്ങനെയാണ് ഞാൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് എന്തെങ്കിലും എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി 1 രൂപ വേണമെങ്കിലും ഒരു വരുമാനം ഉണ്ടായിട്ടേ കാര്യമുണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടുതൽ അവധികളോ അങ്ങനെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ മാതാവ് എന്നെ എൻ്റെ ഇതുകൊണ്ട് കിട്ടിയതല്ല, മാതാവ് തന്നെ എനിക്ക് തന്നതാണ്. ഞാനാണെങ്കിൽ ഇതിൽ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു ഞാൻ ഈ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ EWC എന്ന കാറ്റഗറിയിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. ജനറൽ കാറ്റഗറിയിൽ ആരും അതിലില്ലാത്തതിനാൽ തന്നെ EWC ടേൺ വന്നപ്പോൾ എനിക്ക് ജോലിയിൽ കയറാൻ പറ്റി. ഞാൻ അതിൽ 2-മതോ അല്ലെങ്കിൽ 3-മതോ പോയാൽ പോലും എനിക്ക് ആ ജോലി കിട്ടില്ലായിരുന്നു. കാരണം വളരെയധികം വേക്കൻസി വളരെ കുറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ആയത്. അപ്പം മാതാവ് തന്നെ വലിയൊരു അനുഗ്രഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉപ്പും തൈലവും ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് അസുഖത്തിൽ നിന്ന് എനിക്ക് പിന്നീട് മോചനം ലഭിച്ചു. പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു വട്ടം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അച്ഛനിവിടെ സുഗന്ധാഭിഷേകത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ സമയം എൻ്റെ ഉൾപ്പെടുത്തുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് 2 വട്ടം മാതാവിന് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിശുദ്ധമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് എന്താ സുഗന്ധാഭിഷേകം കിട്ടാത്തതെന്ന് ചോദിച്ചു. അപ്പം തന്നെ ആ ദാനത്തിലുടനീളം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ഇവിടെ വന്ന് നേർച്ച ഇടുന്നിടം വരെയും എനിക്കത് അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. എനിക്കാണെങ്കിൽ ഒരുപാട് വലിയ ഈ സ്പ്രേയുടെ അങ്ങനെയൊക്കെ സ്മെല്ലുകൾ അടിക്കുമ്പോൾ ഭയങ്കര തലവേദന അങ്ങനെയൊക്കെ വരുമായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ വലിയ മണങ്ങളൊന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ആ സുഗന്ധാഭിഷേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉച്ചയൊട്ട് ഉള്ളംകാൽ വരെ ഞാൻ വലിച്ചെടുത്തു. അതുപോലത്തെ ഒരു അഭിഷേകം എനിക്ക് കിട്ടുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സുഗന്ധം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് 4 വട്ടം ഉടമ്പടി പുതുക്കി. അതിൽ 2 വട്ടവും എനിക്ക് മാതാവിനെ പിടിക്കാനുള്ള അനുഗ്രഹം കിട്ടി. 1 വട്ടം മുത്തുക്കുടയുമായി പോകാനും അനുഗ്രഹം കിട്ടി. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പൈസ ഉള്ളതുപോലെ കൊടുത്ത് സഹായിക്കുമായിരുന്നു. പിന്നെ ഫുഡ് മേടിച്ച് കൊടുക്കുമായിരുന്നു. കൂടുതലും ഭിക്ഷാടനക്കാരനായ ആൾക്കാർക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് അച്ഛനെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ച എൻ്റെ യൂട്യൂബിൽ വരുമ്പോൾ തന്നെ ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടുമായിരുന്നു. പിന്നെ പത്രം മേടിച്ചുകൊണ്ട് പോയി പത്രം വിതരണം ചെയ്യുമായിരുന്നു. പത്രത്തിനകത്ത് മാതാവിൻ്റെ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥന ഞാൻ ഫോട്ടോ കോപ്പി എടുത്ത് ഓരോ പത്രത്തിലും ഓരോ പ്രാർത്ഥന വെച്ച് ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒരുപാട് അനുഗ്രഹം നൽകുകയും ഈ പരിശുദ്ധമായ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാനും എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി.